അന്ന് മക്കളുടെ വിവാഹത്തിന് 11 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഞാനതിന്റെ പെണ്ണുങ്ങളിരുന്ന് കടം വാങ്ങിയതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നെങ്കിൽ പാത്തുമ്മക്കുട്ടിയെ എവിടെയെങ്കിലും വല്ല ലീസിനെടുത്തതായി ഭാര്യയായിരിക്കാൻ വഴിയില്ല. അല്ലാതെ നമ്മളൊക്കെ ഭാര്യമാരുടെ അടുത്ത് അത്യാവശ്യം വന്നാൽ അവരുടെ സ്വർണ്ണത്ത് പണി വെക്കാറുണ്ട്. ജലീലിനെ ഞാൻ വെല്ലുവിളിക്കുന്നത് ഇല്ലാന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അന്നത്തെ ദേശാഭിമാനി രേഖപ്പെടുത്തിയിട്ടുള്ള വാർത്തയുടെ എഴുത്ത് ഇങ്ങനെയാണ്: യൂത്ത് ലീഗ് നേതാവിന് വേണ്ടി കോളേജ് അധ്യാപക നിയമനത്തിൽ ഇളവ് വരുത്തിയെന്ന് പറഞ്ഞ ദേശാഭിമാനി 1985 കക്കാടങ്ങാടിയിൽ ഒരു പരിപാടി പ്രമുഖ പ്രാസംഗികൻ KT ജലീൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഓട്ടോയിൽ അനൗൺസ്മെന്റ് നടത്തി പോയിട്ടുള്ള വ്യക്തിയുടെ പേരെന്താണ്? KT ജലീൽ എന്ന് പറഞ്ഞു. അമ്മാതിരി തൊലിക്കട്ടിയുള്ള ഒരു സാധനം. പ്രിയപ്പെട്ടവരെ, കൂടെ കൂടേണ്ടവരൊക്കെ ഫോളോ ക്ലിക്ക് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. KT ജലീലിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് യാസർ എടപ്പാൾ റിയാക്ട് ചെയ്യാത്തത്? അപ്പൊ ജലീലിനെ കുറിച്ച് പറയുമ്പോൾ പഴയ പോലെ ആട് ജലീലിൽ നിന്നൊന്നും പരാമർശിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളിപ്പോൾ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനാണ്. സ്വന്തം ഭാര്യയിൽ നിന്ന് 11 ലക്ഷം രൂപ കടം മേടിച്ച് സ്വന്തം മകന്റെ കല്യാണം നടത്തിയിട്ട് അത് തിരിച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള ആ ഒരു വ്യക്തിനെ നവോത്ഥാന നായകനാക്കിയിട്ട് തന്നെ വെക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഖുർആനൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സത്യം ചെയ്യലുകൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏതൊക്കെയായിരുന്നു ആ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർണ്ണക്കള്ളക്കടത്ത് ഖുർആന്റെ മറവിൽ നടത്തിയ സമയത്ത് അതേ ഖുർആനെ പൊക്കിപ്പിടിച്ചിട്ട് സത്യം ചെയ്തിരുന്ന KT ജലീലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ KT ജലീലിനെ പാർട്ടി പരിപാടികളിൽ വേദിയുടെ സൈഡിൽ പേപ്പർ റോട്ടിലിട്ട് നമസ്കരിക്കുമ്പോൾ തലയുടെ സൈഡിൽ ഖുർആൻ വെച്ചിട്ട് മാതൃക കാണിച്ചിട്ടുള്ള ജലീലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനും ശേഷം ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് വലിയ വിവാദമായി കേരളത്തിൽ വന്നപ്പോൾ അന്നും ഇതേ ഖുർആൻ പിടിച്ചിട്ട് സത്യം ചെയ്ത ജലീലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം കൊച്ചാപ്പയുടെ മകൻ ബന്ധുവല്ല എന്നുള്ളത് പറഞ്ഞ് ഒരുപാട് ന്യായീകരിച്ചിട്ട് അവസാനം ന്യായീകരണങ്ങളിൽ പിടിവള്ളിയില്ല എന്ന് കണ്ടപ്പോൾ ഇതേ ഖുർആനെ പൊക്കിപ്പിടിച്ചിട്ട് സത്യം ചെയ്ത ഇതേ ജലീലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനും ശേഷം ഇപ്പോൾ സ്വന്തം ഭാര്യയുടെ നിയമനത്തിൽ അനധികൃതത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചയായിട്ട് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ അതേ ആൾ തന്നെ കഴിഞ്ഞ ദിവസം ഖുർആനെ പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് മറ്റു ആളുകൾ നിങ്ങൾക്ക് സത്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ച് ഒരു മുണ്ടുമായിട്ട് എടുത്തു വന്നിട്ട് ധോത്തി ചലഞ്ചിന്റെ മുണ്ടിനെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ പരിഹാസത്തോടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തി ഇവിടെ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആൾ മുസ്ലിം ലീഗുകാരനാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്നും പറയണ്ട കേട്ടോ. നിങ്ങളുടെ ഒരു അറിവിൽ ഒരു മുണ്ട് എത്ര കാലം നിലനിൽക്കും? ഉപയോഗിക്കുകയാണെങ്കിൽ അത് 1 വർഷം, അതല്ല എങ്കിൽ ഉപയോഗിക്കാതെ പിന്നെ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമെങ്കിൽ മാക്സിമം പോയാൽ ഒരു 4 വർഷം വരെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാതെ പാക്ക് ചെയ്തിട്ട് അതേപോലെ വെച്ചിട്ടുള്ള ഒരു മുണ്ടിനെ ഒരാൾക്ക് അയാളുടെ കഫം പുടവയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അർത്ഥം അല്ലേ? ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു 5 കൊണ്ടുള്ള ഒരാളാണെങ്കിൽ ഓരോ ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് അതൊരു 1 കൊല്ലം 2 കൊല്ലം അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ജലീൽ കഴിഞ്ഞ ദിവസം മിനുക്കി തേച്ച അതേ രീതിയിൽ ഒരു പുതുമയോടെ കൂടിയിട്ട് ഒരു മുണ്ട് ഏതൊരു യൂത്ത് ലീഗുകാർക്ക് കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇക്കൊക്കെ സംഘടന നിങ്ങൾക്ക് വന്നാൽ അറിയില്ല കേട്ടോ. ഇക്കായിട്ട് കണ്ടപ്പോൾ എൻ്റെ നെഞ്ഞൊക്കെ പൊട്ടിയിരുന്നു. എന്തായാലും അങ്ങനെ കൊടുത്തിട്ടുള്ള ആ മുണ്ടുകളെല്ലാവരും കണ്ടല്ലോ. അത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വല്ലാത്ത ക്വാളിറ്റിയാണ്. PK ഫിറോസിനെ പിടിച്ച് വല്ല ജയിലിലോട്ടിടണം. കാരണം കടക്കാരുടെ സകല ബിസിനസ്സും തകരാറാവുന്ന രീതിയിലുള്ള സാധനമാണ് മൂപ്പര് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരിയല്ല. ഇവിടെ എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്. ജലീൽ കൊടുന്നിരുന്ന വിവാദങ്ങളിൽ ഇതുപോലത്തെ വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഇമ്പാക്റ്റ് ആയിട്ടുണ്ടാവുന്നത് പണ്ട് കൊച്ചാപ്പാൻ്റെ മകൻ്റെ ജോലി നിങ്ങളുടെ പല ഇടപെടൽ കാരണമാണ് അത് പോയത്. നിങ്ങൾ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയകളെല്ലാം തിരുത്തിയിട്ട് അയാൾ അവിടെ ജോലിക്ക് തിരികെ കയറ്റി. അയാൾ കിട്ടിയ ശമ്പളം കേരളത്തിൽ ഒരൊറ്റ ആളെ തിരിച്ചിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത ചരിത്രമുള്ളൂ. അത് അദീബാണ്. കിട്ടിയ ശമ്പളം തിരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൊടുത്തിട്ട് അയാൾ രാജിവെച്ചിറങ്ങിപ്പോയി. ആ ആൾക്ക് നിയമനം കൊടുത്തിട്ടുള്ള നിങ്ങളുടെ മന്ത്രിസ്ഥാനം പോയി നിങ്ങളും രാജിവെച്ചിറങ്ങി പോകുന്ന സംഗതി നമ്മൾ കണ്ടതാണ്. അതേപോലെ സ്വന്തം ഭാര്യയുടെ പണി നിങ്ങൾ കളയുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കള്ളൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നുള്ളത്, ഒരു കള്ളൻ ഞാൻ കള്ളനല്ല എന്നുള്ളത് പല അവസരങ്ങളിൽ പറയുക എന്നുള്ളതാണ്. ഒരു സ്വജനപക്ഷപാതം നടത്തുന്ന ഒരാളുടെ ഏറ്റവും വലിയ അടയാളം ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ KT ജലീലിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1985 കക്കാടങ്ങാടിയിൽ ഒരു പരിപാടി പൊതുപരിപാടിയിൽ പ്രമുഖ പ്രാസംഗികൻ KT ജലീൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഓട്ടോയിൽ അനൗൺസ്മെന്റ് നടത്തി പോയിട്ടുള്ള വ്യക്തിയുടെ പേരെന്താണ്? KT ജലീൽ എന്ന് പറഞ്ഞു. അമ്മാതിരി തൊലിക്കട്ടിയുള്ള ഒരു സാധനം കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് ബാക്കിയുള്ള കണ്ടാമൃഗത്തിന് പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് ആള്. അതേ ആള് തന്നെ കേരളത്തിൽ PSMO കോളേജ് എന്ന് പറയുന്ന കോളേജിൽ അയാളുടെ അവിടുത്തെ അധ്യാപനം എന്ന് പറയുന്നത് തുടങ്ങുന്ന കാലത്ത് അയാൾക്ക് അന്ന് UGCയുടെ സ്റ്റിപ്പുലേഷൻ പ്രകാരം അയാൾക്ക് അവിടെ യോഗ്യത ഇല്ല. പക്ഷേ ET മുഹമ്മദ് ബഷീർ സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ദേശാഭിമാനി പബ്ലിഷ് ചെയ്തിട്ടുള്ള അന്നത്തെ അവരുടെ വാർത്തയുടെ റെക്കോർഡ്സ് എടുത്താൽ ഇന്നും ഉണ്ടാവും. ജലീലിനെ ഞാൻ വെല്ലുവിളിക്കുന്നതില്ല എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അന്നത്തെ ദേശാഭിമാനി രേഖപ്പെടുത്തിയിട്ടുള്ള വാർത്തയുടെ എഴുത്ത് ഇങ്ങനെയാണ്: യൂത്ത് ലീഗ് നേതാവിന് വേണ്ടി കോളേജ് അധ്യാപക നിയമനത്തിൽ ഇളവ് വരുത്തിയെന്ന് പറഞ്ഞ് ദേശാഭിമാനി അന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ ആളുടെ സ്വജനപക്ഷപാതം എന്ന് പറയുന്നതിൻ്റെ തുടക്കം, ബ്രേക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണ്. അതിനും കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 1985
കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അവസരത്തിനുള്ളതാണ്, അവരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുള്ള സിമി നേതാവായിട്ടുള്ള KT ജലീലിനെ അന്നും PSMO കോളേജിൽ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ അവരെ ഓർക്കുന്നുണ്ട് എന്ന് പറയും. അതേ ആള് സീതി ഹാജിനെ മലങ്കള്ളൻ എന്ന് വിളിച്ച ഒരു വ്യക്തിയാണ്. അതേ ആള് 2 വർഷം കഴിഞ്ഞിട്ട് ഇതേ MSF ജോയിൻ ചെയ്തിട്ട് ഇതേ സീതി ഹാജിന്റെ കൈ പിടിച്ച് ഉയർത്തിയിട്ട് വിജയത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത ചരിത്രം ഇതേ കേരളത്തിലുള്ളതാണ്. അയാളുടെ തൊലിക്കെട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതിയോ? നിങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്തിനാന്ന് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും. നിങ്ങളിവിടെ എത്ര ധോത്തി ചലഞ്ചിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ ഒരു ഫണ്ട് എന്ന രൂപത്തിലാണ് ഈ സംവിധാനത്തെ ഞങ്ങൾ കണ്ടത്. ഓക്കെ, ഒരു പാർട്ടിക്ക് ഫണ്ട് പിരിക്കുക അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഫണ്ട് പിരിച്ച് ഞങ്ങൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. പാർട്ടി ഫണ്ട് തന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് വരെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ ഞങ്ങൾ ധോത്തി ചലഞ്ച് എന്ന പേരിലാണ് നമ്മൾ 600 രൂപ വാങ്ങുകയും അവർക്ക് ഒരു നല്ല തുണി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടൊന്നും ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല. നമുക്കറിയാം ഒക്ടോബർ 10 to 30 ആയിരുന്നു നമ്മുടെ ഈ ധോത്തി ചലഞ്ചിന്റെ ദിവസം എന്ന് പറയുന്നത്. ഏകദേശം 2-3 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഒരു തുണി ഉയർത്തിക്കാട്ടിയിട്ട് പറയുന്നുണ്ട് ഈ തുണിയാണ് അത് എന്ന് പറയുന്നത്. ആ ക്വാളിറ്റിയുടെ ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് പാർട്ടി ഫണ്ട്, ആ ഫണ്ട് കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ ബോധ്യം ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ എന്ന രൂപത്തിൽ ഞങ്ങൾക്കുണ്ട്. പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറയുന്നത് CH ബിസിനസ് ചെയ്തിട്ടുണ്ടോ? CHന്റെ കാലവും KT ജലീലിൻ്റെ പിതാവിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് കൃഷിയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഓരോ ആളുകളും അവനവന് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കച്ചവടങ്ങൾ തുടങ്ങി സ്റ്റേബിളായി സ്വന്തമായി നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ആളുകളുടെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഇവിടെ ഉണ്ട്. KT ജലീലിൻ്റെ മകനും തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ KT ജലീൽ പറയുന്ന പോലെ അയാൾക്ക് കിട്ടുന്ന സാലറി ഫുൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നെങ്കിൽ പാത്തുമ്മക്കുട്ടിയെ എവിടെന്നെങ്കിലും വല്ല ലീസിനെടുത്തതായിരിക്കും, ഭാര്യയായിരിക്കാൻ വഴിയില്ല. അല്ലാതെ നമ്മളൊക്കെ ഭാര്യമാരുടെ അടുത്തുനിന്ന് ഒരു സാധാരണ രീതിയിൽ നമ്മളൊക്കെ വീട്ടിൽ വല്ല അത്യാവശ്യം വന്നാൽ അവരുടെ സ്വർണ്ണം എടുത്ത് പണയം വെക്കാറുണ്ട് അല്ലേ? അത് തിരിച്ചെടുത്ത് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, ജീവിതം മുന്നോട്ട് പോകാറുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഖുർആനൊക്കെ പിടിച്ചിട്ട് സത്യം ചെയ്യുന്നത് എൻ്റെ കുട്ടിയുടെ കല്യാണം നടന്ന് ഇങ്ങനെയാണ്, അതിന് എത്ര പൈസ ചിലവായിട്ടുണ്ട്, അതിന് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് കടം മേടിച്ചാണ്, അതിന് എൻ്റെ സാലറി പോലും അവളുടെ അക്കൗണ്ടിലേക്ക് പോയി. എന്ത് പരിഹാസം, എന്ത് പ്രഹസനാണ് സജീദ്. ജലീൽ 11 ലക്ഷം കടം വാങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏറ്റവും ലളിതമായ കല്യാണത്തിന് 11 ലക്ഷം ചെലവാകും എന്നുള്ളതൊരു ചോദ്യം. സാധാരണ കല്യാണത്തിന് ഒരു 8 ലക്ഷം 7 ലക്ഷത്തിന് ഒരു 2 ടൈപ്പ് ബിരിയാണി വെച്ച് കൊടുക്കുന്ന കല്യാണത്തിന്റെ ചെലവ് ഒരു 2000 ആളുള്ള പരിപാടി. കാരണം നമ്മളൊക്കെ നാട്ടിൽ നടത്തണ വീട്ടിൽ നടന്നതാണ്. ഇന്ത്യക്കെ പെങ്ങന്മാരുടെയും എൻ്റെ കുടുംബക്കാരുടെ ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ തന്നെ ലീഡിൽ നിന്ന് നടത്തുന്ന കാര്യങ്ങൾ. കടം തന്നെ 11 ലക്ഷം വാങ്ങി. അപ്പൊ ജലീലിന്റെ കയ്യിൽ നിന്നും ഏകദേശം ചെലവായിട്ടുണ്ടാവുമല്ലോ. ജലീലിന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എല്ലാം ഭാര്യയുടെ അക്കൗണ്ടിലേക്കല്ലോ പോകും. ഒന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ ചെങ്ങനെ കുഴക്കാൻ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷമാണ് അല്ലേ? ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇതുപോലത്തെ ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെയാണ് വിജിലൻസ്, ഇടതുപക്ഷത്തിൻ്റെയാണ് പോലീസ്. മുമ്പ് കത്വ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് കോടതി അടക്കമുള്ള പോലീസ് അടക്കമുള്ള എല്ലാ റൂട്ടിലും ഇടതുപക്ഷക്കാർ പോയി. ഈ പറയുന്ന ജലീൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് നീച്ചാൽ ഇങ്ങനെ നീച്ചിട്ട് പാത്തുമ്മക്കുട്ടിയോട് അന്നാ കത്വ ഫണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു മാനസിക അസ്വസ്ഥം പോലും അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ട്രോളായിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നടന്നിട്ടുള്ള ഈ ഒരു നാട്ടിൽ ആഭ്യന്തരം എന്ന് പറയുന്നത് വല്ല വാഴയായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. മിക്കവാറും വാഴയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം ഏത് സമയത്താണെങ്കിലും അവർക്ക് ഉള്ള സിസ്റ്റങ്ങളെല്ലാം കയ്യിലുള്ള സമയമാണ്. എന്തുവാണെങ്കിലും അവർക്ക് ചെയ്യാം. എല്ലാവരെയും പിടിച്ചുള്ളിലിടാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. വിജിലൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്. എന്നിട്ട് പോലും ഇത്രയും വലിയ അവർ പറയുന്ന ഈ സംഗതികളെല്ലാം ഉണ്ടായിട്ടൊന്ന് ഒരു ചെറുവിരലനക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ ഈ സിസ്റ്റം? എൻ്റെ പൊന്നു ജലീലെ, ഇടതുപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തുള്ള MLA ആയിട്ടുള്ള നിന്റെ സ്വന്തം നിലവാരം അളക്കേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് നിൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല. ഈ എവിടെ നിൽക്കണമെന്ന് ഈ എന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരാൾ രാവിലെ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലെ നിങ്ങളെ കൈയൊട്ടി പാടുന്ന വെട്ടുകളികളുടെ അടുത്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സിസ്റ്റം എല്ലാം ഉണ്ടായിട്ടും, ഭരണമുണ്ടായിട്ടും, അധികാരം ഉണ്ടായിട്ടും, വിജിലൻസ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, നിങ്ങളുടെ മന്ത്രിസ്ഥാനം കളഞ്ഞിട്ടുള്ളൊരു വ്യക്തിയല്ലേ, അയാളുടെ പേരിൽ ഒരു കേസ് എടുപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വില തെങ്ങ് തമ്പോണാട്ടം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് CPMൻ്റെ ഒരൊറ്റ നേതാക്കന്മാർ പോലും KT ജലീലിന് അനുകൂലമായിട്ട് അയാളുടെ കൂടെ നിന്നിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാത്തത്? അതിൻ്റെ കാരണം ജലീൽ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ജലീൽ എന്ന് പറയുന്ന ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്നുള്ളത് കൈ ഉയർത്തി കാണിക്കുക മാത്രമാണ്. അതിനുവേണ്ടി ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെ നിങ്ങളെ പിന്തുണക്കാത്തതും പ്രൊട്ടക്റ്റ് ചെയ്യാത്തതും സപ്പോർട്ട് ചെയ്യാത്തതും കാരണം നിങ്ങൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ ബഹളം വെക്കുകയാണെന്നുള്ളത് ആർക്കറിയാം? ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്കറിയാം. അതുമാത്രമാണെന്നുള്ളതിൻ്റെ ബോധ്യമാണ് ഞാനിപ്പോഴും ഈ വീഡിയോ ചെയ്യാൻ ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം.
നമ്മളായിട്ട് പറഞ്ഞ് നമ്മളെ പ്രവർത്തകന്മാർ അത് ഷെയർ ചെയ്ത് വെറുതെ അയാൾക്ക് ഇനി ഒരു അയപ്പുണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നുള്ളത് ഞാൻ എൻ്റെ യുക്തി അനുസരിച്ചിട്ട് ഞാൻ ചിന്തിച്ചതായിരുന്നു ഇതിൻ്റെ കാരണം. എന്തിനപ്പോൾ നമ്മളുടെ ചിലവിൽ അയാൾ ആളാവുന്നു എന്നുള്ളത് ആലോചിച്ചിട്ട്. അല്ലാതെ ഈ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് വെക്കുന്നത് തലച്ചോറുള്ള ബോധമുള്ള ബുദ്ധിയുള്ള ചോറ് നിന്ന് ഏതൊരു മനുഷ്യനും അറിയുന്ന കാര്യമാണ്. അതൊരു ഫണ്ടിങ്ങിൻ്റെ റിക്വയർമെൻ്റ് ആണെന്നുള്ളത്, എന്ത് ആവശ്യത്തിനുള്ളതാണെന്നുള്ളത് അത് പാർട്ടികളോ മുന്നണികളോ സംഘടനകളോ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അത് തീരുമാനിക്കുക എന്നുള്ളത്. ഇനി പറഞ്ഞതിൻ്റെ കൂടെ പറയാണ്, കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചർച്ച വന്നു എന്നുള്ളത് ചോദിച്ചാൽ, അതിനുശേഷം കെ ടി ജലീലിൻ്റെ ഈ മുണ്ടും ഇതുമായി സംബന്ധിച്ച് ചർച്ച വന്നു എന്നുള്ളത് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഇടയിൽ മാഞ്ഞുപോയൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ മകള് CMRLൻ്റെ മറവിൽ കോടികൾ കട്ടു എന്നുള്ളത് റിപ്പോർട്ട് സഹിതം വന്നിട്ട് അവൾ പ്രതിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾക്ക് അത് അറിയില്ല. അത് മറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന്. രണ്ടാമത്, സുജിത് ദാസും PV അൻവർ ആരോപിച്ച എല്ലാ വിഷയങ്ങളും സത്യസന്ധമാണ്, അത് ജനങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത്, ഇസ്ലാമോഫോബിയ ഇവിടെ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയുമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അവരുടെ ടാർഗറ്റ്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? വയനാട്ടിൽ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ച് അവസാനം മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുക്കുന്ന ലെവലിലേക്ക് എത്തി പരിപാടികളെല്ലാം തുടങ്ങി. പക്ഷെ അതേ നാട്ടിൽ ഇടതുപക്ഷക്കാർ സാമ്പിൾ വെച്ച വീടടക്കമുള്ള എല്ലാ വീടും അവർക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അത് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള ആളുകൾ കോടതി പോയിരിക്കും. കോടതി പോയിട്ട് ഇപ്പം അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കേസിന് വിധിയായല്ലാതെ അതിൽ ബെനിഫിഷ്യറി ആവുന്ന ഒരാൾക്കും വീട് അവരുടെ പേരിലാക്കി കൊടുക്കാനോ അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് ഒരു വീടാക്കി വെക്കാം, അല്ലാതെ അതൊരാൾക്ക് ഉപയോഗിക്കാനോ ഒരാൾക്ക് വിൽക്കാനോ വാങ്ങാനോ അത് പറ്റില്ല. അതാണ് കറണ്ട് സ്ട്രാറ്റജി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പിരിച്ചു കൂട്ടിയില്ലേ. എന്നിട്ട് ആ പൈസ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൃത്യമായിട്ടുണ്ടായപ്പോൾ ആദ്യത്തെ ചോദ്യം മറക്കാൻ വേണ്ടിയിട്ട് ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമിനെ ജയിലിൽ അടിച്ചു. ആ സെൻസേഷൻ കഴിഞ്ഞപ്പോൾ അവർ അടുത്ത സെൻസേഷൻ എടുത്തിട്ട് അടിസ്ഥാനം എന്താണ്? വയനാട്ടിലെ പിരിവും വയനാട്ടിലെ ദുരന്തവും അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ആളുകളും അതൊക്കെ തന്നെയാണ്. പിന്നീട് എല്ലാവരുടെയും സുഖേട്. ഡൽഹിയിൽ ഞങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിന് ഫണ്ട് പിരിച്ചതായിരുന്നു. ഫണ്ട് പിരിച്ചെന്ന് ഞങ്ങൾ ആണുങ്ങളെപ്പോലെ നേരെ നിന്നിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് വെക്കാനും അതിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഫെൻസ് ചെയ്ത് ഈ പറയുന്ന സംഘപരിവാരൻ്റെ നെഞ്ചത്ത് തന്നെ ഫെൻസ് ചെയ്ത് വെക്കുമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ്. അവിടെ നിങ്ങൾ കളിയാക്കി വിളിക്കുന്ന പച്ചക്കൊടിയും തേങ്ങാപ്പൂളും തന്നെയാണ് ആ ബോർഡുമ്പോൾ വെച്ചിട്ടുള്ളത്. അത് ഈ RSSകാരൻ്റെ സംഘപരിവാറിൻ്റെ തറവാട്ട് മുറ്റത്ത് നടുമുറ്റത്ത് കൊണ്ടുവെക്കാനുള്ള ആൺകുട്ടികളുടെ ആമ്പയറുള്ള പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനെ ചോദ്യം ചെയ്ത ജലീൽ വീട്ടിൻ്റെ കട്ടിൻ്റെ ഒട്ടിൽ ഇരുന്നിട്ട് പാത്തുമൊട്ടി കുട്ടി പോലും കാണാതെ ഇരുന്നൊന്ന് കരയണമെന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തൊട്ടടുത്ത കാലത്ത് പോലീസുകാർ കുറച്ച് ആളുകളെ, അത് ഇന്ന പാർട്ടിക്കാരെന്നല്ല, അതിൽ തല്ലിട്ട് ഇടതുപക്ഷക്കാരനുണ്ട്, CPMകാരുണ്ട്, CPIക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പോലീസുകാരുടെ തെമ്മാടിത്തരങ്ങൾ ഇത്രമാത്രം വർദ്ധിക്കാൻ എന്താ കാരണം? ഇവിടെ എല്ലാവരും ഭരിച്ചിട്ടുണ്ട്. എടോ, നിങ്ങളുടെ അച്യുതാനന്ദൻ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ EK നായനാർ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ K കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും അതിന് മുമ്പുള്ള ആളുകളും EMS മുതൽ അതിനുശേഷമുള്ള ആളുകൾ എത്രയോ ആളുകൾ ഭരിച്ചു വന്നിട്ടുള്ള മാതൃകയായിട്ടുള്ള കേരളത്തിൽ ഉണ്ടാവാത്ത ഈ പോലീസിൻ്റെ ഈ അക്രമം വരാൻ എന്താ കാരണം? അത് ഈ സുജിത് ദാസിനെ പോലുള്ള ആളുകളെ സ്വന്തം എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിർത്തിയിട്ട് അതിന് അടയാളമായി നിർത്തുമ്പോൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പലതിനും ഇടതുപക്ഷത്തിൻ്റെ യൂണിയനിൽ ഉൾപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് ആളുകളെ ഉരുട്ടിക്കൊല്ലുന്നത്, ചവിട്ടിക്കൊല്ലുന്നത്, തല്ലുന്നത്, വെട്ടുന്നത്, കുത്തുന്നത്, ഇതുപോലെ പട്ടിയെ തല്ലും പോലെ മനുഷ്യനെ കണ്ടാലറക്കുന്ന രീതിയിൽ ആക്രമിക്കുന്നത് കാണുമ്പോൾ തിരിച്ചൊന്നും പറയാനും നടപടിയെടുക്കാനും പറ്റാത്തത് ഈ പറഞ്ഞ തമ്പ്രാക്കന്മാരെ നിങ്ങൾ കയറ്റിവെച്ചത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് അടിസ്ഥാനം. ആഭ്യന്തരം എന്ന് പറയുന്ന കസാരയിൽ മനുഷ്യനെ ഇരുത്തേണ്ടടുത്ത് വാഴ നട്ടാൽ അതിന് ഗുണം ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനി നിങ്ങളൊരു വാഴ നടുകയായിരുന്നെങ്കിൽ ഈ 10 കൊല്ലം കൊണ്ട് അത് കുലച്ചിട്ടൊരു 4-5 ബ്രാഞ്ചൊക്കെ ആയിട്ട് അതിലൊരു 8-10 കൊല്ലം കിട്ടുമായിരുന്നല്ലേ? കിട്ടുമായിരുന്നു തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളിൽ നിങ്ങൾ വെക്കുന്ന, നിങ്ങളുടെ SFIൻ്റെ കുട്ടികൾ വെക്കുന്ന ഒരു വാക്കുണ്ട്, പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റെ ആണെന്നുള്ളത്. സ്വന്തം മുന്നണിയുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ വരുമ്പോൾ, ഞാൻ എൻ്റെ മുസ്ലിം ലീഗിൻ്റെ ചില പോരായ്മകൾ ഞാൻ അടുത്ത് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, അവർ പിന്നെ ജനാധിപത്യ ബോധ്യം കുറച്ച് 50 വയസ്സ് കൂടുതലുള്ള ആൾക്കാരാണ്, ആവശ്യമുള്ളതും ഇല്ലാത്തൊക്കെ പറഞ്ഞത് നമ്മൾ കാണാറുണ്ട്. സ്വന്തം മുന്നണിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വന്നാൽ അതിലൊക്കെ കയറിയിട്ട് അഭിപ്രായം പറയാനുള്ള ഗഡ്സ് ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ PV അൻവർ ചെയ്ത പോലെ മറ്റുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ചെയ്യാത്ത, മാതൃക കാണിക്കാത്ത സ്വന്തം എന്താ പറയുക അഭിമാനം പിണറായിയുടെ കാൽച്ചവട്ടിൽ അടിയറവ് വെച്ചിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അയാളുടെ കാല് കഴുകി വെള്ളം കുടിക്കുമ്പോൾ ഈ ഗതികെട്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് ഫ്ലെക്സ് ബോർഡിൽ നിങ്ങൾ എഴുതി വെച്ച കാര്യത്തിൽ ഒരല്പം സത്യസന്ധതയും മാന്യതയും നിങ്ങൾക്കുണ്ടെങ്കിൽ
പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റെ തന്നെയാണ്.